ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 150-200 ഗ്രാമിനടുത്തോളം സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, അത് വെള്ളമെല്ലാം കുടിച്ച്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ പത പോലെ വരും കേട്ടോ, ഇങ്ങനെ സോപ്പിൻ്റെ പത പോലെ വരും. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനേ. അപ്പോൾ നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്ത് അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. നല്ലോണം ഉപ്പിടണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനകത്തേക്ക് സോയ ചങ്ക്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കോരി മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ മസാലപ്പൊടികൾ ചേർക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇത് ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം നന്നായിട്ട് ഉപ്പിട്ടത് കാരണം നമ്മൾ ഉപ്പിട്ട് വേവിച്ചിരുന്നില്ല, ചൂടുവെള്ളം ഒഴിച്ചായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ട് അതിനകത്തേക്ക് ഇതിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അതിനകത്തേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ സവാള വഴറ്റിയതിന് ശേഷം നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഈ സോയ ചങ്ക്സും കൂടെ ഇട്ടിട്ട് ഞാനത് കോരിയെടുക്കുകയാണ്. കോരിയെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വീണ്ടും അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പിന്നെ മസാലപ്പൊടികളായ മല്ലി, മുളക്, അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം, അതായത് പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് അതൊന്ന് കുറച്ച് ലൂസാക്കിയിട്ട് അതിനകത്തേക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കഴിക്കാം. ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഞാനിതെല്ലാം കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കക്ക ഇറച്ചി പോലെയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് ഒന്നും കൂടെ ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.